ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം, ഡിസ്കസ് ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളാണ്. ഹൗ യു ക്യാൻ എസ്റ്റിമേറ്റ് സം പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ബൈ യൂസിങ് സാമ്പിൾ. അപ്പോൾ അതിനെ നമ്മൾ സാധൂകരിക്കുന്ന, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന കുറേ തിയറീസും കുറേ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, സെൻട്രൽ ലിമിറ്റ് തിയറം. സോ വെൻ സാമ്പിളിംഗ് ഈസ് ഫ്രം എ നോർമൽ പോപ്പുലേഷൻ, ദിസ് മീൻസ് ഓഫ് സാമ്പിൾസ് ഡ്രോൺ ഫ്രം സച്ച് എ പോപ്പുലേഷൻ ആർ ദംസെൽസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പം നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, നോർമൽ പോപ്പുലേഷൻ നോർമലി ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുള്ള ഒരു സാമ്പിൾസ് ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. When samples is not from a normal population, the size of the sample plays a critical role. അപ്പം അത് നോർമൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ അതൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാമ്പിളിംഗ്, അതല്ലെങ്കിൽ സൈസ് ഓഫ് സാമ്പിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. വെൻ n is small, the shape of distribution will depend largely on the shape of the parent population. അതേപോലെ n gets large, more than 30, the shape of sampling distribution will become more and more like a normal distribution, irrespective of the shape of the parent population. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ പോപ്പുലേഷൻ്റെ സൈസ് നമ്പർ, സാമ്പിളിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ഈ പോപ്പുലേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിലും ആണെങ്കിലും അത് പ്രശ്നമല്ല. അതായത് n സ്മോൾ ആണെങ്കിൽ ഈ ഷേപ്പ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ n ലാർജ് ആണ്, മോർ ദാൻ 30 ആണെങ്കിൽ ദ ഷേപ്പ് ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബിക്കം മോർ ആൻഡ് മോർ ലൈക്ക് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോലും അത് ഏതിന് സമാനമായ അവസ്ഥയിലേക്ക് വരും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ എന്താണ്? അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ ഈ സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ പറയുന്നത് ദ സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷേപ്പ് ഓഫ് ദ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മീൻ ഈസ് നോൺ ആസ് സെൻട്രൽ ലിമിറ്റ് തിയറം. ഇതാണ്, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷേപ്പ് ഓഫ് ദ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ മീൻ ഈസ് നോൺ ആസ് സെൻട്രൽ ലിമിറ്റ് തിയറം. It is a very important theorem in statistical inference. It assures that sampling distribution of the mean approaches normal distribution as the sample size increases. അപ്പോൾ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് നോർമൽ ഷേപ്പിലേക്ക്, നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അത് കൂടുതൽ അടുക്കുന്നു. ഇറ്റ് പെർമിറ്റ് us to use sample statistics to make inferences about population parameter without knowing anything about the shape of the frequency distribution. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണോ അല്ലയോ എന്ന് കൺസിഡർ ചെയ്യാതെ ലാർജ് സാമ്പിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം? നമുക്കതിൻ്റെ അനാലിസിസിലേക്ക് പോവാം. അപ്പോൾ വി നീഡ് നോട്ട് കൺസിഡർ അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദ distribution, whether it is normal or not. But the only point is you have to ensure that the number of samples at a large level. അപ്പോൾ അതിനകത്ത് നമ്മളിനി അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. അപ്പം നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് നടത്തുമ്പോൾ വി ആർ മേക്കിംഗ് എ സ്റ്റഡി അബൌട്ട് എ പോപ്പുലേഷൻ. പോപ്പുലേഷൻ മേ ബി ഫിനിറ്റ് ഓർ ഇൻഫിനിറ്റ്. അതേപോലെ പോപ്പുലേഷൻ മേ ബി ഹൈപ്പോത്തിക്കൽ. ചില കേസിൽ ഹൈപ്പോത്തിക്കലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം പകുതി ഹെഡ് വരുമെന്നും പകുതി ടെയിൽ വരുമെന്നും ഹൈപ്പോത്തിക്കലായ കാര്യമാണ്. സോ ദ പോപ്പുലേഷൻ മേ ബി ഹൈപ്പോത്തിക്കൽ ഓർ ഇറ്റ് മേ ബി എക്സിസ്റ്റൻറ്റ്. എക്സിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് ബൾബ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോക്സ് ഇന്ന ഐറ്റം ഉണ്ട്. അതിൽ ഒരെണ്ണം എടുത്താൽ ഇത്ര % ഡിഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആയിരിക്കും. അപ്പോൾ വി സെലക്ട് സം സാമ്പിൾസ് ആൻഡ് സ്റ്റഡിയിങ് it we make conclusion about unknown characteristics of population. എന്താണ് unknown characteristics of population? പോപ്പുലേഷൻ്റെ അറിയാത്ത ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഹെൽപ്ഫുൾ ഇൻ സ്റ്റഡിയിങ് സാമ്പിൾ
and drawing inference from sample. നമുക്കറിയാവുന്ന കാര്യമാണ്. This requires probabilistic sample and are based on probability theory. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി തിയറി ഉപയോഗിച്ചുകൊണ്ട് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ സയൻറ്റിഫിക്. Drawing inference from the probabilistic sample about unknown population parameter is called statistical inference. എന്താണ് നമ്മൾ drawing inference from the probabilistic sample about unknown population is called statistical inference. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് statistical inference is concerned with hypothesis testing and estimation. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ in hypothesis testing we test the claims made about unknown population parameters using sample based on past experience or belief. അപ്പോൾ estimation means estimating unknown population parameters using sample. അപ്പം statistical inference means simply on the basis of scientific selection of sample we are estimating some unknown features of the population. ഇനി നമ്മൾ സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സാമ്പിൾ സൈസ്. അപ്പോൾ വാട്ട് വുഡ് ബി ദ സൈസ് ഓഫ് സാമ്പിൾ? അപ്പോൾ it would be neither excessively large or too small. സാമ്പിൾ ഒരിക്കലും വളരെ വലിയ സാമ്പിൾ ആവാൻ പാടില്ല, അതേപോലെ തീരെ ചെറുതാവാനും. ബട്ട് ഇറ്റ് ഷുഡ് ബി an optimum one. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ സാമ്പിൾ സൈസ് ഷുഡ് ബി ഡിറ്റർമിൻഡ് ഓൺ എ സയൻറ്റിഫിക് വേ. ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ഓൺ എ സയൻറ്റിഫിക് വേ. അപ്പോൾ അതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നാച്ചർ ഓഫ് യൂണിവേഴ്സ്. അപ്പോൾ ഇഫ് ദ യൂണിവേഴ്സ് ഈസ് ഹോമോജീനിയസ്, ഒരേപോലെയുള്ളതാണെങ്കിൽ ദ സാമ്പിൾ സൈസ് മേ ബി സ്മോൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾ എടുക്കുകയാണ്, ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. സോ വി ക്യാൻ സെലക്ട് എ സ്മോൾ സാമ്പിൾ. ഇറ്റ് ഈസ് ഹെറ്ററോജീനിയസ്, വിവിധ എഡ്യൂക്കേഷൻ ലെവലിലുള്ള, വിവിധ ഇൻകം ലെവലിലുള്ള, വിവിധ ഏരിയകളിലുള്ളതാണെങ്കിൽ ഹെറ്ററോജീനിയസ് ആണ്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ അത് ലാർജ് സാമ്പിൾ വേണം. ഇനി നമ്പർ ഓഫ് ക്ലാസ്സസ് പ്രപ്പോസ്ഡ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ക്ലാസ്സസ് വേണമെങ്കിൽ നമ്മൾ ലാർജ് സാമ്പിൾസ് എടുക്കണം. കുറച്ച് ക്ലാസ് മതിയെങ്കിൽ നമ്മൾ കുറച്ച് സാമ്പിൾ എടുത്താൽ മതി. നാച്ചർ ഓഫ് സ്റ്റഡി. അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ, ഇൻറ്റൻസീവ്ലി ആൻഡ് കണ്ടിന്യൂസ് സ്റ്റഡി ആണെങ്കിൽ സ്മോൾ സാമ്പിൾ മതി. എന്നാൽ ഒരു ജനറൽ സ്റ്റഡി ആണെങ്കിൽ വി നീഡ് ലാർജ് സാമ്പിൾ. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ നമ്മൾ ഒരു നമ്മൾ റാൻഡം സാമ്പിളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സ്മോൾ ആയിട്ടുള്ള ഒരു സാമ്പിൾ മതി. എന്നാൽ നമ്മൾ ബാഡ്ലി സെലക്റ്റഡ് ആയിട്ടുള്ള ലാർജ് സാമ്പിളിനേക്കാൾ നല്ലത് ഒരു സ്മോൾ റാൻഡം സാമ്പിളാണ്. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആക്യുറസി എത്രയാണ്? നമ്മൾ ഹൈ ലെവൽ ആക്യുറസിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ലാർജ് സാമ്പിൾ വേണ്ടി വരും. സിമിലർലി യു ഹാവ് ടു കൺസിഡർ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, അതേപോലെ തന്നെ സൈസ് ഓഫ് പോപ്പുലേഷൻ, അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ടൈം അവൈലബിൾ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? സൈസ് ഓഫ് സാമ്പിൾ തീരുമാനിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.